സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് ഇന്ന് എൻ്റെ ഒപ്പം വന്നിരിക്കുന്നത്. ഡോക്ടർ കെ പി സുധീര. ഡോക്ടർ കെ പി സുധീരെ അറിയാത്തവരാരുമില്ല. പ്രത്യേകിച്ച് തലമുറകളുടെ മനസ്സിലൊക്കെ കെ പി സുധീര എന്ന എഴുത്തുകാരി ഇടം പിടിച്ചതാണ്. സാഹിത്യ ലോകത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ കെ പി സുധീരയെ നമുക്ക് അടുത്തറിയാം. ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ സെഗ്മെൻറ്റിലേക്ക് ചേച്ചിയെ ഞാൻ കൃത്യമായി സ്വാഗതം ചെയ്യും. നമസ്കാരം സന്ധ്യ. നമസ്കാരം ചേച്ചി. കോഴിക്കോടുള്ള കളത്തിൽ തറവാട് സാഹിത്യകാർക്ക് ഒരു കാലത്ത് വളരെ പ്രിയപ്പെട്ട ഒരിടമായിരുന്നു. ചേച്ചി ഈ കളത്തിൽ തറവാട്ടിലെ ഒരു അംഗമെന്ന നിലയിൽ കുട്ടിക്കാല ഓർമ്മകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് എൻ്റെ പ്രേക്ഷകരോട് ചേച്ചിക്ക് പറയാനുള്ളത്? കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ശരിക്കും സാഹിത്യത്തിൻ്റെ ഒരു പുഷ്കല കാലമായിരുന്നു. അന്ന് ശരിക്കും ഞങ്ങൾ കുട്ടികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു. പക്ഷെ കുട്ടികളായ ഞങ്ങളെല്ലാവരും വായിക്കുമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള വള്ളിക്കുടിലുകളായിരുന്നു സാഹിത്യം. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റു കുട്ടികളൊക്കെ മുറ്റത്ത് ഓടി തിമിർക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കളികളിൽ മുഴുകുമ്പോൾ ഞാൻ ഏതെങ്കിലും പുസ്തകവുമായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് പുസ്തകം ഇഷ്ടം പോലെ വീട്ടിലുണ്ടാവും. കാരണം അവിടെ ഒരു വട്ടമേശയിൽ ഇങ്ങനെ കൂന കൂട്ടി വെച്ചിട്ടുണ്ടാവും എല്ലാ മാഗസിനുകളും. അതേപോലെ അതത് കാലത്ത് ഓരോ ആഴ്ചയിലും വരുന്ന ആനുകാലികങ്ങൾ ഞങ്ങളെ വീട്ടിൽ വരുത്തുമായിരുന്നു. അച്ഛനും അമ്മയും വല്യച്ഛനും പിന്നെ ഞങ്ങൾ കുട്ടികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും നല്ല വായനക്കാരായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് എഴുത്തുകാരെ കണ്ടിട്ടാട്ടോ വളർന്നത്. പിന്നെ തിക്കോടിയൻ, അതേപോലെ ഉറൂബ്, എസ് കെ പൊറ്റേക്കാട്, അങ്ങനെ കടവനാട് കുട്ടിക്കൃഷ്ണൻ, അങ്ങനെ കുറേ എഴുത്തുകാർ ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും. കെ ടി മുഹമ്മദ്, അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു ഔട്ട് ഹൗസ് ഉണ്ട്. ഇത് എത്രയോ പറഞ്ഞത് കേട്ടോ. ഔട്ട് ഹൗസിൽ വീട്ടിൻ്റെ മുന്നിലൊരു കളപ്പുര എന്ന് വിളിക്കുന്ന ഒരു ഒഴിഞ്ഞ ഇടം, അതിൽ കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് ഈ അച്ഛനും അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എഴുത്തുകാർ, അച്ഛനും എഴുതുമായിരുന്നു. അപ്പോൾ അച്ഛൻ നാടകങ്ങൾ എഴുതും, റേഡിയോ നാടകങ്ങളും കഥകൾ, പുസ്തകമൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ വട്ടത്തിലിരുന്ന് സംസാരിക്കും. അപ്പോൾ ഈ ജനാലയിൽ കൂടെ ഞാൻ നോക്കും. അപ്പോൾ തിക്കോടിയും പറയുമോ, ഇവളിതൊക്കെ കേട്ട് പഠിക്കുന്നുണ്ട്, നമ്മൾ നാളെ ഇവൾ എഴുത്തുകാരി ആവുമെന്ന് ആർക്കറിയാമെന്ന് എന്നോട് തിക്കോടിയും. പിന്നെ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇങ്ങനെ കുറേ സ്വീകരണങ്ങൾക്ക് പോയപ്പോൾ സാറ് പറയുന്നു. അപ്പം അങ്ങനെ എഴുത്തുകാരൊക്കെ കണ്ടിട്ടും അവർ കയ്യൊപ്പിട്ട കൃതികൾ വായിച്ചിട്ടാണ് ഞാൻ വളർന്നത്. അത് ശരിക്ക് എൻ്റെ മനസ്സിന് വളക്കൂറുള്ളൊരു മണ്ണായി തീർന്നു. എൻ്റെ മനസ്സ് ചേച്ചിയിൽ ഒരു എഴുത്തുകാരി ഉണ്ടെന്ന് ചേച്ചിക്ക് മനസ്സിലായി, സെൽഫായിട്ടൊരു തോന്നലുണ്ടാവുമല്ലോ, അതെന്ത് മുതലായിരുന്നു? കാരണം ഞാനൊരു ഭാവനാലോകത്ത് ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ചെറുപ്പത്തിലെ ഒരു സ്വപ്നജീവിയായ ഒരു കുട്ടിയായിരുന്നു. അന്ന് ഞാനിങ്ങനെ മരങ്ങളോടൊക്കെ, ഞങ്ങളുടെ വീട്ടിൽ വലിയ വിശാലമായ മുറ്റമായിരുന്നു. ഈ നഗരഹൃദയത്തിലാണ് വീട്. ഇപ്പോൾ ഹോട്ടൽ മഹാറാണി ഇരിക്കുന്ന സ്ഥലത്തിനടുത്താണ്. അപ്പോൾ വലിയ പറമ്പുകളും കുറേ വൃക്ഷങ്ങളും ഉണ്ട്, ഫലവൃക്ഷങ്ങൾ, മാവ്, പ്ലാവ്, തേക്ക്, വീട്ടി എന്നൊക്കെ പറഞ്ഞ കുറേ മരങ്ങൾ. ഈ മരങ്ങൾ അടുത്ത് പോയിട്ട് ഞാൻ അങ്ങനെ കഥ പറയും. ആരും ശ്രദ്ധിക്കില്ലല്ലോ, വലിയ പറമ്പാണ്. ചെറിയ കുട്ടിയാകുമ്പം തന്നെ. അപ്പം അന്ന് തന്നെ കഥ പറയാനുള്ളൊരു സർഗാത്മകത എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഞാൻ ഹൈസ്കൂളിലൊക്കെ എത്തിയ സമയത്ത് ആരും കാണാതെ ഓരോന്ന് എഴുതി വെക്കും. പക്ഷെ അതാരും കാണാതെ ഒളിച്ചു വെക്കും. കാരണം അതൊന്നും സാഹിത്യമല്ല, പക്ഷെ ചെറിയ കഥകളൊക്കെ എഴുതി വെക്കും. അന്ന് എഴുതിയത് കുട്ടികളുടെ കഥയായിരുന്നില്ല, വലിയവരുടെ കഥയാണ്. കാരണം ഞാൻ വായിച്ചതൊക്കെ വലിയ എഴുത്തുകാരുടെ കഥകളാണ്. അപ്പോൾ അന്ന് ഇന്നത് വായിക്കണമെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല. കുട്ടികളത് പുസ്തകം, മാധവിക്കുട്ടിയുടെ ആത്മകഥ മാത്രം കുങ്കുമം വാരികയിലോ മറ്റോ വരുന്ന സമയത്ത് അത് മാത്രം വീക്കിലി കണ്ടാൽ തിരഞ്ഞാൽ കാണൂല. കാരണം അത് അമ്മ കിടക്കേനടിയിൽ ഒളിപ്പിച്ച് വെക്കും. അത് കുട്ടികൾ വായിക്കണം. ഒരു ദിവസം ഞാൻ കണ്ടുപിടിച്ചപ്പോൾ അമ്മ പറഞ്ഞാൽ അത് കുട്ടികളെ വായിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനത് വായിക്കാറില്ല. പക്ഷേ ഏത് ബുക്കും ഞങ്ങൾ വായിക്കാം. അങ്ങനെ ഞാൻ അന്ന് എഴുതിയതൊക്കെ വലിയ ആളുകളുടെ, മുതിർന്നവരുടെ കഥകളായിരുന്നു. അവരുടെ വികാരങ്ങളായിരുന്നു. കാരണം ഇതൊക്കെയാണല്ലോ ഞാൻ വായിച്ചത്. ഞാൻ വായിച്ചപ്പോൾ തന്നെ ആളുകളുടെ വികാരം 7, 8 പഠിക്കുമ്പോൾ അങ്ങനത്തെ കഥകൾ, പ്രണയകഥയൊക്കെ എഴുതിയിട്ടുണ്ട്, ആരും കാണാതെ. അപ്പോൾ അന്ന് പിന്നെ ഞാൻ പുറത്തേക്ക് വന്നത്, ഞാൻ സ്കൂളിലൊക്കെ
അന്ന് സാഹിത്യ എന്താണ് സമാജം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കയ്യെഴുത്ത് മാസിക ഉണ്ടാവും. അതിലൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം എനിക്കറിയാം അതൊന്നും കഥയല്ല, ഞാൻ എഴുതുന്ന ഒന്നും കഥയല്ല എന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അന്ന് കൊടുത്തില്ല. പിന്നെ കോളേജിലെത്തിയ സമയത്ത് കോളേജ് മാഗസീനിൽ എൻ്റെ കഥ, ഞാൻ ഒരു കഥ ഇതുപോലെ എഴുതി വെക്കും. എഴുതി വെച്ച കഥയൊന്നും ഞാൻ പബ്ലിഷ് ചെയ്യാതെ വെക്കുകയാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കോളേജ് മാഗസീനിൽ എൻ്റെ ഒരു കഥ വന്നപ്പം, എന്തായിരുന്നു ഒരു കഥയുടെ പേര് ഓർമ്മയില്ല, അവധൂതൻ എന്നുണ്ട്. അങ്ങനത്തെ ഇതൊക്കെയാ പ്രയോഗങ്ങളൊക്കെയാണ് നടത്തുക. ആദ്യത്തെ കഥ അവധൂതൻ എന്ന് പറഞ്ഞൊരു കഥ. അപ്പം അതൊരു പ്രണയകഥയാണ്. അപ്പം ഈ കഥയിൽ ഇത് വായിച്ചിട്ട് എല്ലാ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞാൻ പ്രൊവിഡൻസ് കോളേജിലാണ് പഠിച്ചത് ഡിഗ്രിക്ക്. അപ്പോൾ കുട്ടികളൊക്കെ ചോദിച്ചു, ഇത് ഏത് സുധീരിയാണ് ഇത് എഴുതിയത്? ഞാനന്നൊരു പാവം കുട്ടിയായിട്ട്, ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണ് പ്രൊവിഡൻസിലുള്ളത്, ഞാൻ മലയാളം മീഡിയം കുട്ടിയാണ്. അപ്പം ഞാനൊരു മൂലയിൽ ഇരുന്ന് ഫസ്റ്റ് ബെഞ്ചിൽ, ഞാൻ കാണാനും ചെറുതാണ്, ഒരു ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നിട്ട് സയൻസാണല്ലോ പഠിച്ചത് കോളേജ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലമായിരുന്നു. അപ്പം അന്ന് ഇവർക്കൊന്നും വിശ്വാസം വരില്ല, ആ പാവം സുധീരം ചോദിക്കുക എഴുതിയത്. ഭയങ്കര കഥയാണ് കുട്ടി എന്ന് തന്നെ എല്ലാവരും ഇതാക്കാൻ അനുമോദിച്ചു. പിന്നെ കോളേജ് തലത്തിൽ എന്താണ് ഒരു ആൾക്കാർ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്ന് പിന്നെ കേരളത്തിലെ കോളേജുകൾ, എല്ലാ കോളേജുകളെയും ബേസ് ചെയ്തിട്ട് കഥാമത്സരം നടത്തി. അപ്പോൾ അതിൽ എൻ്റെ കഥയ്ക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ അത് പത്രത്തിൽ വന്നു. അതേപോലെ കോളേജിന് അത് വലിയ അഭിമാനം. ത്രൂ കോളേജായിരുന്നു അയച്ചത്. അന്ന് കുട്ടികൾക്ക് കഥ എഴുതുന്ന കുട്ടികളെ കഥ തരണം എന്നിട്ട് ഞാൻ ആരോ ഏൽപ്പിക്കണം എന്ന് കൊടുത്തു. അങ്ങനെയാണ് കഥ. എന്നിട്ട് അഖില കേരള അടിസ്ഥാനത്തിൽ സമ്മാനം കിട്ടി. അപ്പോൾ അന്നും ഞാനൊരു എഴുത്തുകാരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോഴും എൻ്റെ അമ്മയ്ക്ക് വലിയ അഭിമാനമായിരുന്നു. പക്ഷെ അന്ന് എന്നിട്ട് ആ സമയത്ത് എന്നെ ആകാശവാണിയിലേക്കൊക്കെ ചർച്ചയ്ക്ക് വിളിക്കാം. അപ്പം എനിക്കൊരു വസ്തു അറിയില്ലല്ലോ പറയാനൊക്കെ. ടീനേജേഴ്സ് ആൻഡ് ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച, അതിനിപ്പോൾ ഈ അവാർഡ് കിട്ടിയതിൻ്റെ പേരിൽ എനിക്ക് കോളേജിലേക്ക് വന്നു കത്ത്. എന്താ പറയണ്ടത് എനിക്കറിയില്ല. അങ്ങനെ ആരൊക്കെയോ പറഞ്ഞ്, നിൻ്റെ അമ്മാവനുണ്ടായിരുന്നു, എൻ്റെ മാമനുണ്ട്, സദാശിവൻ എന്ന അമ്മേൻ്റെ അനിയൻ്റെ പേര്. അപ്പോൾ എന്നോട് പറഞ്ഞ ടീനേജ് എന്ന് പറഞ്ഞാൽ 13 മുതൽക്കുള്ളതാണ്. 13 മുതൽക്കുള്ള കുട്ടികളാണ്, 19 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾ പ്രശ്നങ്ങളാണ് ഒക്കെ പറഞ്ഞ് ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തു. അങ്ങനെ പിന്നെ ഞാൻ സമൂഹത്തിൽ ചെറിയ തോതിൽ അറിയപ്പെട്ടു. ചേച്ചി, ഞാൻ ഇപ്പം ചേച്ചി പറഞ്ഞതുപോലെ ചേച്ചി അന്നത്തെ കാലഘട്ടത്തിലൂടെയാണ് വളർന്നു വന്നത്. പക്ഷെ ചേച്ചി ഇന്നത്തെ യുവതലമുറയുടെ മനസ്സിൽ ചേച്ചി ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇന്നിൻ്റെ എഴുത്തുകാരി എന്നാണ് ചേച്ചി അറിയപ്പെടുന്നത് തന്നെ. കാര്യം യുവതലമുറയ്ക്കൊക്കെ ചേച്ചി വളരെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ വായിക്കുന്നവർക്ക് അത്രയധികം ആരാധനയാണ് ചേച്ചിയോട്. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, എങ്ങനെയാണ് ചേച്ചി ഈ എഴുത്തിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്തുന്നത്? അതോ ചേച്ചി ഒരു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? ഇന്നത്തെ എഴുത്തും പണ്ടത്തെ എഴുത്തും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടല്ലോ. ആ ഘടനയും രീതിയും ഒക്കെ വ്യത്യാസമുണ്ട്, ആസ്വാദന ശൈലിയിൽ പോലും വ്യത്യാസമുണ്ട്. അപ്പം എങ്ങനെയാണ് ചേച്ചി അത് ബാലൻസ് ചെയ്യുന്നത്? അത് ഞാൻ ചെറുപ്പക്കാരുടെ ആണ് എൻ്റെ സുഹൃത്തുക്കൾ. പിന്നെ ചെറുപ്പക്കാരുടെ മനസ്സാണ് എനിക്ക്. അത് ഇപ്പം ഞാൻ എൻ്റെ ശരീരം പിന്നെ എന്താ പറയുക, വാർദ്ധക്യത്തെ പ്രാപിക്കുന്നു, അതിൻ്റേതായ മാറ്റങ്ങൾ വരുന്നു. അതൊന്നും ഞാൻ അറിയുന്നില്ല, എൻ്റെ മനസ്സറിയുന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ തോന്നുന്നപ്പോൾ പ്രണയഭാവനകൾ. ആദ്യമൊക്കെ ഞാൻ എഴുതിയത് എന്തായിരുന്നു, പിന്നെ സ്വപ്നത്തിൻ്റെയും പ്രണയഭാവനകളുടെയും ഒക്കെ കഥകളായിരുന്നു. പിന്നെ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എന്തെല്ലാം നടക്കുന്നു, എനിക്ക് ചുറ്റും നടക്കുന്നത് എന്ത്, അതിനെപ്പറ്റി ആലോചിക്കുകയും പിന്നെ ഈ വ്യവസ്ഥിതികളോട് കലാപം ചെയ്യുന്ന കഥകൾ എഴുതുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള മാറ്റങ്ങൾ. പിന്നെ കാലത്തിനനുസരിച്ചിട്ട് നമ്മളെ മനസ്സ് മാറണം. ഓരോരോ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പിടിച്ച വാൽക്കണ്ണാടിയാവണം നമ്മുടെ കൃതികൾ. അപ്പോൾ ഇന്നിപ്പോൾ IT-യുടെ ലോകമാണ്. അപ്പം ഞാൻ എഴുതുന്ന കഥ IT-യുടെ കഥകളാണ്. അതിലെ ചെറുപ്പക്കാരാണ് എൻ്റെ കഥാപാത്രങ്ങൾ. അവരുടെ മനസ്സും അതേപോലെ അവരുടെ മാറുന്ന ചിന്തകളും. അവരിപ്പോൾ പ്രണയം എന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല. ഒരു പിന്നെ കാലഘട്ടത്തിൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു പ്രണയം നശിച്ചു പോയാലൊന്നും ആൾക്കാർ അത് ആലോചിച്ചിരിക്കുന്നില്ല, അടുത്ത പ്രണയത്തിലേക്ക് പോകും കുട്ടികൾ. ഒരേ സമയം പല കുട്ടികളോടും പ്രണയം അങ്ങനത്തെ ഒരു IT-യുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഒരു വിഭ്രമാത്മകമായ ലോകമാണ്. അപ്പോൾ അതിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അത് കാലഘട്ടത്തിനനുസരിച്ചിട്ട് വരുന്ന മാറ്റങ്ങൾ ഞാൻ ഇതേപോലെ എൻ്റെ കൃതികളിൽ കൊണ്ടുവരാറുണ്ട്. അത് അറിഞ്ഞു ചെയ്യുന്നതല്ല,
അത് സ്വയംഭൂവാണ് അതൊക്കെ. ഇപ്പം ചേച്ചി IT യെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇന്നത്തെ ഈ ഡിജിറ്റൽ സാങ്കേതിക യുഗത്തിൽ AI കടന്നുകയറ്റം ചേച്ചിയെ സംബന്ധിച്ച് സർഗാത്മക സൃഷ്ടികളുടെ ഭാവിക്ക് ദോഷം ചെയ്യുന്നുണ്ടോ? എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? അത് തീർച്ചയായിട്ടും ദോഷം ചെയ്യും. കാരണം ഇന്നിപ്പം AI കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് കഥ എഴുതുന്നുണ്ട് എന്നാ പറഞ്ഞിട്ട് ഒരു കുട്ടി ഒരു പുസ്തകം എഴുതിയത്രേ. എന്നിട്ട് ആ കുട്ടി പറയാണ് ഞാനല്ല ഇത് എഴുതിയത്, AI ആണ് എഴുതിയതെന്ന്. കാരണം കൃത്രിമമായിട്ട് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഭാവനയും അനുഭൂതികളും പിന്നെ ഇതിൻ്റെ കഥയുടെ സങ്കേതവും കാൽപ്പനികതയും ഒക്കെ എങ്ങനെയാണ് കൊണ്ടുവരിക? കാരണം മനുഷ്യൻ്റെ ബുദ്ധിയിൽ മാത്രമാണ് വികാരം ഉള്ളത് അല്ലേ? ഇമോഷൻസ് ഉള്ളത് മനുഷ്യൻ്റെ ബുദ്ധിയിലാണ്. പക്ഷെ ഇവർ ചെയ്യുന്നത് യന്ത്രമാണ്, അല്ലെങ്കിൽ അത് സാങ്കേതിക വിദ്യയാണ് ഇവർക്ക് കഥ കൊടുക്കുന്നത്. അതിൽ എനിക്ക് വലിയ ആശങ്ക ഉണ്ട്. കാരണം ഞങ്ങളൊക്കെ രാവും പകലും ഇല്ലാണ്ട് രാവിനെ പകലാക്കിക്കൊണ്ട് നമ്മൾ എഴുതുന്നു, നമ്മൾ വിശ്രമമില്ലാതെ എഴുതുന്നു. ആ സമയത്ത് 5 മിനിറ്റ് കൊണ്ട് AI കവിത എഴുതപ്പെടുന്നു. നമ്മളൊരു തീം കൊടുത്താൽ അത് കഥയാവുന്നു, നോവലാവുന്നു. അപ്പോൾ അതിൽ നമുക്ക് വലിയൊരു പരിഭ്രാന്തി തോന്നുകയാണ്. കാരണം സാഹിത്യത്തിന് പോക്ക് എങ്ങോട്ടാണ്? ഇപ്പോൾ ഒന്നും അറിയാത്തവരാണ് പലരും കഥ എഴുതുന്നത്. ഇന്നിപ്പോൾ സെലിബ്രിറ്റി ആവാൻ വേണ്ടി കഥ എഴുതുന്നവരുണ്ട്. നമ്മൾ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ പോയാൽ എല്ലാവരും പറയും ഞങ്ങൾക്ക് എഴുത്തുകാരെ തട്ടിമുട്ടി നടക്കാൻ വയ്യാന്ന്. കാരണം എല്ലാവരും വായിക്കാനും എഴുതാനും അറിയുന്നവർ മുഴുവൻ പുസ്തകർക്ക്. കാരണം അവരുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ നമുക്ക് പുസ്തകം പബ്ലിഷ് ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. അവർക്കൊരു ബുക്ക് ഇറക്കണം, ഓരോ കൊല്ലം ഒരു ബുക്ക് ഇറക്കണം. അതിനു വേണ്ടി ഞാൻ എഴുതാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തുകാരി എഴുതുകയാണ്, ഞാൻ അടുത്ത കൊല്ലത്തേക്കുള്ള ബുക്ക് എഴുതാൻ തുടങ്ങി. അത് ചിലപ്പോൾ അവരായിരിക്കുമല്ലോ എഴുതുക, അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും AI ഏതെങ്കിലും ഇതിലായിരിക്കും എഴുതപ്പെടുന്നത്. അപ്പോൾ ഈ ടെക്നിക്കുകൾ സാഹിത്യത്തിലേക്ക് വരുമ്പം അതൊരു അപകടകരമായിട്ടുള്ളൊരു സംഭവമാണ്. അതേസമയം ഞാനൊക്കെ ഈ സാങ്കേതികതയെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെ? നമ്മൾ എഴുതുമ്പോൾ കൈകൊണ്ടാണ് ഞാൻ എഴുതിയിട്ട് പേപ്പറിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഫെയർ ആക്കാൻ വേണ്ടി നമ്മൾ വോയിസ് കൊടുത്ത് നമ്മളതിനെ ടൈപ്പ് ചെയ്യാറുണ്ട്. അത് കുറേ അപ്പോൾ എന്താ വെച്ചാൽ ഈ IT നമ്മളെ ഒരേപോലെ ഒരു കൈ കൊണ്ട് തല്ലുകയും മറ്റൊരു കൈ കൊണ്ട് തലോടുകയും ചെയ്യാന്നാണ്. ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. കാരണം നമ്മളെ സമയം, നമ്മുടെ അധ്വാനം ഒക്കെ കുറവാണ്. ഇപ്പം ഞാനൊക്കെ ഇപ്പോൾ ഒരു നോവൽ എഴുതുകയാണെങ്കിൽ ആദ്യം അത് റഫാക്കി എഴുതും, പിന്നെ അത് ഫെയറാക്കും, പിന്നെ അത് ഒരു ഇതും കൂടെ എടുക്കും. അപ്പോൾ അതിന് ഒരുപാട് സമയം, ഒരുപാട് അധ്വാനം ആവശ്യം. എന്നാൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ ടൈപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അതിൽ കറക്റ്റ് ചെയ്താൽ മതി. പിന്നെ ചേച്ചി ഒരു ബാങ്ക് ഓഫീസറായിരുന്നു കരിയർ വൈസ്. അപ്പം അതിനൊപ്പമായിരുന്നു എഴുത്തും തുടങ്ങിയതും എഴുതിക്കൊണ്ടിരുന്നതും. ഇപ്പം ഈ പറഞ്ഞതുപോലെ നോവൽ എഴുതും, കഥ എഴുതും, വിവർത്തനങ്ങളുണ്ട്, ഓർമ്മക്കുറിപ്പുകളുണ്ട്, ബാലസാഹിത്യമുണ്ട്. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു 90-ലധികം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ്. ഇതിനൊക്കെ പുറമെ ചേച്ചി യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ യാത്രകൾ, 37 രാജ്യങ്ങളോളം യാത്രകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം ഈ യാത്രാനുഭവങ്ങൾ ചേച്ചി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എഴുത്തിൽ? തീർച്ചയായിട്ടും. 46 രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട്, 6 ഭൂഖണ്ഡങ്ങളിൽ. 6 ഭൂഖണ്ഡങ്ങൾ സന്ദർശിച്ചു. ഞാൻ 7ാമത്തെ ഭൂഖണ്ഡം പിന്നെ അന്റാർട്ടിക്ക പോയിട്ടില്ല. അന്റാർട്ടിക്കയിൽ ഇപ്പോൾ പോകുന്നുണ്ട് ആൾക്കാർ. അന്റാർട്ടിക്കയിൽ പോകണമെന്ന് വെച്ചാൽ എനിക്കൊരു ഇത് വന്നിരുന്നു. അതെന്താ വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് സ്ത്രീകളുടെ, ഓൾ ഇന്ത്യ പോയറ്റസ് കോൺഫറൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ പിന്നെ പോകുമ്പോൾ അവിടുന്ന് നമുക്ക് അവാർഡുകൾ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയത്. അപ്പോൾ എല്ലാ സ്റ്റേജിലും ഞാനുണ്ടാവും. ബാക്കി റൈറ്റേഴ്സൊക്കെ താഴെ ഇരിക്കുമ്പോൾ ഞാൻ എല്ലാ സ്റ്റേജിലും ഉണ്ടാവും. പിന്നെ അങ്ങനെ ഈ അമേരിക്ക, സിംഗപ്പൂര്, ലണ്ടൻ, അങ്ങനെ പല സ്ഥലത്തുനിന്നും, യൂറോപ്പിൽ നിന്ന്, റോമിൽ നിന്നൊക്കെ എനിക്ക് അവാർഡ് കിട്ടി. അങ്ങനെ കുറേ പുരസ്കാരം അവിടുന്ന് കിട്ടി. അപ്പോൾ അവിടുത്തെ നമ്മൾ സ്റ്റേജിൽ അവിടുത്തെ റൈറ്റേഴ്സൊക്കെ വരും, വലിയ വലിയ ആൾക്കാർ. അങ്ങനെ അവരൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ അവസരം. പിന്നെ അങ്ങനെ 12 അതിഭയങ്കരമായ ഊർജമാണ് നമുക്ക് യാത്ര കൊണ്ടുവന്ന് തരുന്നത്. കാരണം ഞാൻ കാലുകൾ കൊണ്ടല്ല സഞ്ചരിക്കുക, മനസ്സുകൊണ്ടാണ്. അപ്പോൾ പോയ സ്ഥലത്തൊക്കെ അവിടുത്തെ ആ നാടിൻ്റെ സംസ്കാരവും സംസ്കൃതിയും
മനസ്സിലാക്കി അതിൻ്റെ മുത്തും പവിഴവും കടലിൻ്റെ അടിയിൽ പോയിട്ട് വാരി വന്ന് മലയാളിക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ 6 ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു 500 രൂപയുടെ ഒരു വലിയ പുസ്തകം വന്നിട്ടുണ്ട്. അത് 6 ഭൂഖണ്ഡങ്ങളിലൂടെയുള്ള യാത്രയാണ്. മുഴുവനൊന്നും ഇല്ല, പക്ഷേ ഈ 6 ഭൂഖണ്ഡം അതിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ഈജിപ്തിനെ പറ്റിയും അതേപോലെ ഓസ്ട്രേലിയ, പിന്നെ മമ്മികൾ എങ്ങനെ ഉണ്ടാവുന്നു, അങ്ങനെ ഓരോ രാജ്യത്തെ സംഭവങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. അമേരിക്ക, എല്ലാ സ്ഥലങ്ങളും, ആഫ്രിക്ക, അമേരിക്ക, 6 ഭൂഖണ്ഡങ്ങളും അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇനി എത്രയോ എഴുതപ്പെടാൻ കിടക്കുന്നു. പക്ഷെ ഈ എഴുതുന്നത് ഞാൻ വിചാരിക്കുന്നത് യാത്ര ഏത് മനുഷ്യനും ഇഷ്ടമാണ് അല്ലേ, പോവാൻ. നമുക്ക് വിദേശത്ത് പോകണം, സ്ത്രീകൾക്കൊക്കെ. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെ പോവാനുള്ളൊരു അവസരം കിട്ടുന്നില്ല. ഒന്ന് സാമ്പത്തികമായ പ്രശ്നം, പിന്നെ ഒന്ന് അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവർ സോളോ നടത്തുന്ന സ്ത്രീകൾ വളരെ വിരളമായുണ്ട്. പക്ഷെ സോളോ യാത്ര നടത്താൻ അല്ലെങ്കിൽ ഇതുപോലെ പുറത്തു പോകാനൊന്നും സ്ത്രീകൾക്ക് അവസരം കിട്ടുന്നില്ല, സ്വാതന്ത്ര്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കും നമ്മൾ പോയ സ്ഥലത്ത് അവരെയും കൂടെ കൈപിടിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അവർക്ക് കാണാത്ത കാഴ്ചകൾ നമ്മൾ കാണിച്ചു കൊടുക്കുക. അതുപോലെ ഇപ്പം യാത്രകളുടെ കാര്യം പറഞ്ഞതുപോലെ ചേച്ചി ഒരു നല്ല പ്രാസംഗികയാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു നല്ല പ്രസംഗം നമുക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കണമെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അത്രയധികം ധാരണ വേണം. അപ്പം അതിനൊരു നമ്മളൊരു ഹാർഡ് വർക്ക് ബാക്ക് വെച്ചെന്ന് വെച്ചാൽ അതുപോലെ അത്രയധികം വായന ഉണ്ടെങ്കിൽ മാത്രമേ ആ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ആഴത്തിൽ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെയാണ് ചേച്ചി സമയം കണ്ടെത്തുന്നത് വായനയ്ക്കും എഴുത്തിനും ഇതിനും എല്ലാം കൂടെ? അപ്പം എന്നും ഞാനൊരു സ്കൂൾ കുട്ടിയാണ്. നാളെ പരീക്ഷ ഉള്ള പോലെയാണ് എല്ലാ ദിവസവും. അപ്പം നാളെ ഇപ്പം എന്താണ് നമ്മളെ സബ്ജക്റ്റ് വെച്ചാൽ ആ പരീക്ഷയ്ക്കുള്ളത് പഠിക്കൂ. 8 മണിക്കൂറൊക്കെ ഉറക്കമുണ്ടാകും? ഇല്ല, 3-4 മണിക്കൂർ ഉറങ്ങുള്ളൂ. അപ്പം അത് നമ്മളിങ്ങനെ മെഴുകുതിരി പോലെ ഉരുക്കിക്കൊണ്ടിരിക്കുക, മനസ്സിലായി. ഓരോ ദിവസം നോവൽ എഴുതുന്നു, അപ്പം അത് തുടക്കമുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ കഥ എഴുത്തുണ്ട്, അത് ഓരോന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യണം. ഞാനിപ്പോൾ പഴയ മാതിരി വീക്കിലികൾക്കൊന്നും കൊടുക്കാറില്ല. അപ്പം ഞാൻ വിചാരിക്കും അതൊക്കെ പുതിയ കുട്ടികൾ കൊടുക്കട്ടെ. ആ കാലം കഴിഞ്ഞു, അതൊക്കെ കുറേ വന്നു. ഇനി പുതിയ കുട്ടികളുടെ കഥയൊക്കെ വരട്ടെ. ഇനി പുസ്തകങ്ങൾ ഇറക്കുന്നതിനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കുറേ പുസ്തകങ്ങൾ ഒന്ന് എഴുതി അടുത്ത തുടങ്ങുന്നു. അങ്ങനെയാണ് എൻ്റെ എഴുത്ത്. അപ്പോൾ ഈ യാത്രേനെ പറ്റിയാണ് പ്രസംഗങ്ങൾ സബ്ജക്റ്റ് തരുന്ന സമയത്ത്. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ എനിക്ക് സബ്ജക്റ്റ് തന്നാൽ ഞാൻ ഗ്ലോബലൈസേഷൻ എനിക്ക് കുറേ അറിയുന്ന സംഗതികളും പുസ്തകങ്ങൾ വായിച്ചറിവും, പുസ്തകങ്ങളൊക്കെ വായിച്ച് നോട്ട് തയ്യാറാക്കും. അതേപോലെ ചിലപ്പോൾ ആയുർവേദമായിരിക്കും സബ്ജക്റ്റ്. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മളെ കയ്യിലുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങും. അത് വെച്ചിട്ട് കംപ്ലീറ്റ് പഠിച്ചിട്ട് മാത്രമേ ഞാൻ ഒരു ചെറിയ സ്കൂളിലേക്ക് UP സ്കൂളിൽ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചാലും ഞാൻ പഠിച്ചിട്ടേ പോകുള്ളൂ. എന്താണ് പറയേണ്ടത് അത് MT പറഞ്ഞിട്ടുണ്ട്. MT ഇതേപോലെയാണ് കുട്ടി, ഞാനും അങ്ങനെയാണ് ചെയ്യാം. കാരണം ചെറിയ പ്രസംഗമാണെങ്കിലും MT ഒരു കുറിപ്പ് തയ്യാറാക്കാതെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മൈൻഡിൽ അത് രജിസ്റ്ററായി. നമ്മൾ നോട്ട് ചെയ്യാം ഇന്ന സംഗതികൾ. അപ്പം എനിക്കത് പറയണം, പിന്നെ അത് നോക്കൊന്നുമില്ല. പക്ഷെ നമുക്കത് ഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ ഇപ്പം എത്രയോ കൊല്ലമായില്ല, ഇപ്പോൾ 25 കൊല്ലമായി സാഹിത്യയാത്ര തുടങ്ങിയ മുതൽക്ക് അനേകം പ്രസംഗങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. ദേശത്തും വിദേശത്തും ഇന്ത്യ മുഴുവനും പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ചേച്ചി ഈ പറഞ്ഞ പോലെ യുവതലമുറയ്ക്ക് ചേച്ചിയുടെ എഴുത്തുകൾ, ചേച്ചിയുടെ കൃതികൾ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അതിൽ ഒരു തുറന്നെഴുത്തുണ്ട്. ആ തുറന്നെഴുത്ത് ഉള്ളതുകൊണ്ടാണ് സാധാരണ യുവതലമുറയ്ക്ക് ഇപ്പോൾ മാധവിക്കുട്ടിയെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് ചേച്ചിയെ ഇഷ്ടപ്പെടുന്നത്. അപ്പം എന്താണ് ഈ തുറന്നെഴുത്തിനോട് ചേച്ചിക്ക് ഒരു താല്പര്യമുണ്ടോ? എല്ലാ എഴുത്തുകാരും ഈ തുറന്നെഴുത്തിലേക്ക് വരണമെന്ന് ചേച്ചിക്ക് ആഗ്രഹമുണ്ടോ? എവിടെയും ഒരു ഹൈഡ് ചെയ്തിട്ട് എഴുതുന്ന പോലെ എഴുത്തുകാർ എഴുതാറുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഈ ഉടലാഴത്തിൻ്റെ അല്ലെങ്കിൽ ശരീരശാസ്ത്രത്തിൻ്റെ, ലിംഗാധികാരത്തിൻ്റെ അതിനെ പറ്റിയൊക്കെ എഴുതാൻ സ്ത്രീകൾക്ക് ശരിക്കും പറ്റുന്നില്ല. കാരണം അവർ തങ്ങളുടെ സ്വത്വത്തെ, ഗംഭീരമായ സ്വത്വത്തിൻ്റെ തീവ്രമായ ആവിഷ്കാരമാണ് ശരിക്കും സ്ത്രീകളുടെ എഴുത്ത്. അപ്പോൾ അത് അവർക്ക് മുഴുവൻ തുറന്ന് എഴുതാൻ ഉള്ള അധികാരമില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഈ എന്താ പറയുക, ഈ ഞാൻ പറഞ്ഞ ഈ 3 കാര്യത്തിൻ്റെയും പിന്നെ എന്താ പറയുക പരസ്പര പൂരകവും പരസ്പര വിരുദ്ധവുമായിട്ടുള്ള പിന്നെ ഇതാണ് നമ്മൾ എഴുതുന്നത്. കാരണം നമുക്കത്
പൂരകമാക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ പലതും മറച്ചു വെക്കുന്നു. ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ലൈംഗികത അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പ്രണയം, പിന്നെ അതൊന്നും നമുക്ക് തുറന്നെഴുതാൻ പറ്റാതെ വീർപ്പ് മുട്ടുന്ന ഒരുപാട് എഴുത്തുകാരികളുണ്ട്. അപ്പോൾ ഈ ലോകത്തോടുള്ള പിന്നെ സ്വയം പ്രകാശിപ്പിക്കാൻ പിന്നെ സ്ത്രൈണതയെ ആവിഷ്കരിക്കാൻ സാധിക്കാത്ത എഴുത്തുകാരികൾ എത്രയോ ഉണ്ട്. മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേന പിന്നെ വിലക്കുകളെ ഭയപ്പെടാത്ത പടക്കുതിരയാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് വിലക്കുകളൊന്നും ഭയമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയമാണ്. അപ്പം ഞങ്ങളിപ്പോൾ ലളിതാംബിക അന്തർജനം അത്രയെങ്കിലും തുറന്നു കാണിച്ചു. ഈ അന്തർജനങ്ങളുടെ ജീവിതം ഇരുളാർന്ന ജീവിതം. അവരൊരു വിധവയായി കഴിഞ്ഞാലുള്ള ആ സ്ത്രീ ഒരു ആ വീട്ടിൽ ചെറിയൊരു മംഗളകർമ്മം നടക്കുന്നത് പോലും അവരെ അവിശുദ്ധയായിട്ടും അല്ലെങ്കിൽ അവലക്ഷണമായിട്ടും മാറ്റി നിർത്തിയിരുന്നു. അപ്പോൾ അവരുടെ വിവാഹത്തെ അവർ വിധവയായി കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് പിന്നെ ജീവിതമില്ല. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ അന്തർജനം ജനങ്ങളുടെ ഇടയിൽ ആവിഷ്കരിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. മറക്കുടയ്ക്കുള്ളിൽ ജീവിച്ച അന്തർജനം. അവർ ഘോഷ എന്ന് പറഞ്ഞാൽ ഒരു ശരീരം മറയ്ക്കുന്നത്. ഘോഷയും മറക്കുടയും ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല സ്ത്രീകൾക്ക്. അവർ ഈ ഘോഷയും മറക്കുടയും എടുത്ത് കുട്ടിയെ തോളിലിട്ടിട്ടാണ് അവർ വേദിയിൽ പോയത്. അപ്പോൾ ആ സ്ത്രീയെ പിന്നെ വഴിയിൽ വെച്ചിട്ട് ഇത് രണ്ടും ഉപേക്ഷിച്ച് അവർ ഭർത്താവിൻ്റെ സപ്പോർട്ടോട് എന്താ പറയുക പിന്തുണയോടുകൂടി സ്റ്റേജുകളിൽ കയറി നിന്ന് കുട്ടിയെ ചുമലിലിട്ട് പ്രസംഗിച്ച ഒരേ ഒരു എഴുത്തുകാരി അന്തർജനമാണ്. അതുകൊണ്ടായിരിക്കും യുവതലമുറയ്ക്ക് ചേച്ചിയുടെ ഈ കൃതികളോടൊക്കെ ഇത്രയധികം താല്പര്യവും ഇഷ്ടവും തോന്നുന്നത്, അതിന് തുറന്നെഴുത്ത്. പിന്നെ ചേച്ചി, ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇതായിരുന്നു. ചേച്ചിക്ക് ഇഷ്ടംപോലെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുരസ്കാരങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയ തലത്തിൽ വരെ ഇഷ്ടംപോലെ പുരസ്കാരങ്ങൾ ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയധികം സംഭാവന സാഹിത്യ ലോകത്ത് ചേച്ചി നൽകിയിട്ടുണ്ട്. അപ്പം സംതൃപ്തിയാണോ ഈ എഴുത്തുകാരി ഈ ഒരു ജന്മം? അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അമിതമായിട്ടൊരു ആഹ്ലാദം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അതെന്താ വെച്ചാൽ ആദ്യമായിട്ട് എനിക്ക് മാതൃഭൂമിയാണ് അവാർഡ് തന്നത്. അത് സ്ത്രീകളുടെ ഒരു മത്സരം ഉണ്ടായിരുന്നു കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളമുള്ള സ്ത്രീകൾക്ക് എഴുത്തുകാരികൾക്കായിട്ട് ഒരു മത്സരം. അപ്പോൾ അതിൽ 1600 കഥകളിൽ നിന്ന് എൻ്റെ കഥ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് MT എന്നെ അറിയിച്ചൊരു കമ്പി. അന്ന് ടെലഗ്രാമാണ്. MT വാസുദേവൻ നായർ, KP സുധീരൊക്കെയാണ് ഈ ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ വരണമെന്നുണ്ട്. പിന്നെ കത്ത് വേറെ വന്നു. അപ്പോൾ അത് കിട്ടിയത്, അത് അയച്ചത് MT ആയതുകൊണ്ട്, പത്രാധിപരാണല്ലോ വീക്കിലിയിൽ, അതുകൊണ്ട് ആ MT എനിക്ക് ഇങ്ങനെ ഒരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവരും കൂടെ നോക്കിയിട്ട് കിട്ടിയ അവാർഡല്ലേ. അന്നുണ്ടായ സന്തോഷം പിന്നീട് എത്രയോ അവാർഡുകൾ കിട്ടി അതിൻ്റെ നമ്പർ കൂടുന്നു എന്നല്ലാതെ അതിലൊന്നും അഭിരമിക്കുന്ന ആളല്ല ഞാൻ. അതിൽ ഈ അവാർഡുകളിലൊക്കെ അഭിരമിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പിന്നെ ആന വാരിക്കുഴിയിൽ വീണ ആനേൻ്റെ മര്യ, നമ്മൾ ആരും അല്ല എന്ന് വിചാരിച്ച് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പോഴും സന്ധ്യ ഇതൊക്കെ പറയുന്നെങ്കിലും കൂടി നമുക്ക് അവാർഡ് ഇത്ര നമ്പർ കിട്ടി അതിലൊന്നല്ല കാര്യം. എനിക്ക് എഴുതാൻ പറ്റണം, എഴുതാനുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടാവണേ, എഴുതാനുള്ള സർഗാത്മകത നിലനിൽക്കുന്നിടത്തോളം എഴുതാൻ പറ്റണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ഭൂഗർഭത്തിനടിയിലുള്ള പിന്നെ തെളിനീരിനെ നമ്മൾ പുറത്തേക്കെടുത്ത് കൊണ്ടുവരികയാണ്, സത്യത്തിൻ്റെ തെളിനീരിനെ. അപ്പോൾ ഇത് എളുപ്പമുള്ള കാര്യമല്ല, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് നമ്മളാലാവുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ചേച്ചിയുടെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ ഹസ്ബൻഡ് പിന്നെ ഫോട്ടോഗ്രാഫർ ഇതായിരുന്നു, PF ഓഫീസിലായിരുന്നു, അവിടെ സൂപ്രണ്ടായിട്ടാണ് വിരമിച്ചത്. പിന്നെ അദ്ദേഹം വേറൊരു തരത്തിലെ കലാകാരനായിരുന്നു, അസാമാന്യ ഫോട്ടോഗ്രാഫറായിരുന്നു. എൻ്റെ അതിന് ഫേസ്ബുക്കിലിടുന്ന ഫോട്ടോസ് മിക്കത് അദ്ദേഹത്തിൻ്റെയാണ്. വലിയ വലിയ ഫോട്ടോ സെഷൻസ് ഞങ്ങൾ നടത്തും. അത് സാധാരണ ഫോട്ടോഗ്രാഫി അല്ല, ലെൻസ് വെച്ചിട്ട് ഫിൽറ്റർ വെച്ച് പിന്നെ ട്രൈപോഡ് അങ്ങനെ എല്ലാ സംഭവങ്ങളും വെച്ചിട്ട് എല്ലാ സന്നാഹത്തോടും കൂടിയ ഒരാളെ വെറുതെ ഒരു ഫോട്ടോ എടുത്തില്ല. അതുവരെ
മൊബൈലിൽ ആരെയും ഫോട്ടോ അദ്ദേഹം എടുത്തിട്ടില്ല. 10 ലക്ഷത്തിൻ്റെ ക്യാമറയൊക്കെയാണ് ഉപയോഗിക്കുക. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ഒരുപാട് ലെൻസുകൾ, ഫിൽറ്ററുകളൊക്കെ ഉപയോഗിച്ച് അസാമാന്യ ഫോട്ടോസ് എടുക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ പ്രൊഫഷണലായിരുന്നു. കല്യാണത്തിനൊക്കെ ഒരു ടീമുണ്ടായിരുന്നു. കുറേ അവരെ വലിയ കാറിൽ കുറേ ആളെ കയറ്റിയിട്ടാണ് കൊണ്ടുപോകുക പരിപാടി, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം ആളിപ്പോൾ ഇല്ല. 2 കൊല്ലം ആവാറായി. ഞാൻ ആകസ്മികമായിട്ട് പോയി. പിന്നെ എൻ്റെ മൂത്ത മകൻ അമിത്, അവൻ അസർബൈജാനിലാണ്. അസർബൈജാനിലെ ഒരു പെൺകുട്ടീനെ ആണ് കല്യാണം കഴിച്ചത്. പിക്ക എന്ന പേര്. അസർബൈജാന് നല്ല മിടുക്കി കുട്ടിയാണ്. കാരണം മലയാളം അറിയാം, മൾട്ടിലിംഗ്വലാണ്, കുറേ ഭാഷ, 6 ഭാഷ അറിയാം. ഭാരതത്തോട് അതിയായ സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉള്ള ഒരാളാണ്. അത്യാവശ്യം മലയാളം സംസാരിക്കും. അവരുടെ ഭാഷ നമുക്കൊരു വാക്ക് പറയാൻ കിട്ടില്ല. പക്ഷെ അവൾ ഇത്രയും പ്രയാസമുള്ള മലയാള ഭാഷ സംസാരിക്കുന്നു. അവർ നടത്തുന്നത് ടൂറിസമാണ്. അവർ എന്താ വെച്ചാൽ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയും. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ, നമ്മളെ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയി അവർ തിരിച്ച് സ്ഥലങ്ങൾ കാണിച്ചു, താമസം, വാഹനം, ഭക്ഷണം എല്ലാം നോക്കി തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടും. അതാണ് അവരെ ഈ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനി. അപ്പോൾ കൊക്കേഷ്യൻ ട്രാവൽ ഡ്രീംസ് എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ പിക്കയും മോനാണ് അതിൻ്റെ മാനേജർ MD. അവർ രണ്ടും കൂടിയാണ് ഇത് നടത്തുന്നത്. അവർക്ക് ട്വിൻസാണ്, അമാൽ, ആരവ് എന്നിട്ട് 2 ആൺകുട്ടികളാണ്. അവർ 5ാം ക്ലാസ്സിലാണ്. ഐഡൻറ്റിക്കൽ ട്വിൻസാണ്. അവർ നല്ലോണം ഇംഗ്ലീഷാണ് പറയാൻ. ഇപ്പം ഞാൻ 4 മാസം ഇപ്പോൾ അവിടെ പോയി. എത്രയോ പ്രാവശ്യം ഞങ്ങൾ പോയി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജൂലൈയിലാണ് തിരിച്ചു വന്നത്. പോയിട്ട് 4 മാസമുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ മലയാളം പറഞ്ഞു, വാട്ട് ആർ യു ടെല്ലിങ് അച്ഛമ്മ, ഐ കാൺ ഫോളോ യുവർ ലാംഗ്വേജ് എന്ന് പറയും. ചില വാക്കുകളൊക്കെ കുട്ടികൾക്ക് അറിയുകയും ചെയ്യാം മലയാളം. അപ്പോൾ അങ്ങനെ ഞാൻ പറയും മലയാളം നിങ്ങൾ പഠിക്കണം. പക്ഷെ അവർ ഇംഗ്ലീഷ് പറഞ്ഞു അച്ഛനും അമ്മയൊക്കെ ഇംഗ്ലീഷല്ലേ പറയാം. പക്ഷെ അവർക്കുള്ള ഗുണം എന്താ വെച്ചാൽ ആരും അവിടെ ഇംഗ്ലീഷ് പറയില്ല. ബാക്കൂല് 99% ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയില്ല. ഈ കുട്ടികൾ ജനിച്ച മുതൽക്ക് ഇംഗ്ലീഷ് കേൾക്കുന്നതുകൊണ്ട് സ്കൂളിലൊക്കെ ഇവർ ഭയങ്കര ഹീറോ ആണ്. അസർബൈജാനി. അവർ എന്നിട്ട് അവരെ മീഡിയമാണ്, അസർബൈജാനി മീഡിയത്തിലാണ് അവർ പഠിക്കുന്നത്. പക്ഷെ അവിടെയുള്ള കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് പഠിപ്പിച്ചാലും ഇംഗ്ലീഷ് അറിയില്ല. അപ്പം ഇവരിങ്ങനെ ഫ്ലുവൻ്റായിട്ട് പറയുമ്പോൾ ടീച്ചർമാർക്ക് വരെ അറിയില്ല സബ്ജക്റ്റ് അവരുടെ ഭാഷയിൽ പഠിപ്പിക്കുന്നു. മൂത്ത മോൻ്റെ. 2ാമത്തെ മകൻ കെല്ലോഗ്സ് എന്ന കമ്പനിയിൽ എന്തോ ആണ് അതിൻ്റെ, എനിക്ക് പറയാൻ അറിയില്ല, കുറച്ച് ഏരിയ മാനേജർ അങ്ങനെ എന്തോ ഒരു പോസ്റ്റാണ്, നാട്ടിലാണ്. അപ്പോൾ അവന് ചില ഏരിയകളുണ്ട്, മീറ്റിങ്ങിന് പോകേണ്ടി വരും, ബോംബെ, ചെന്നൈ ഒക്കെ പോകേണ്ടി വരും. അവൻ്റെ ഭാര്യ ഉണ്ട്, അത് വേറൊരു മിടുക്കിയാണ്. അവൻ്റെ ഭാര്യ മിതു എന്ന് പറഞ്ഞാൽ മിതു സ്പെഷ്യലിസ്റ്റ് എന്തിൻ്റെ, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അവൾ ഈ ലണ്ടനിലൊരു കോഴ്സാണ് ചെയ്തത്. അപ്പോൾ അത് അതിമനോഹരമായിട്ട് ബ്രൈഡൽ മേക്കപ്പ്, പിന്നെ ആർക്കാ അങ്ങനെ വേണ്ടത് അവൾക്കും അതേപോലെ ഒരു ടീമുണ്ട്. കുട്ടികളെയൊക്കെ അസിസ്റ്റൻറ്റിനൊക്കെ കൂട്ടിയിട്ട് അവൾ പോകുന്നു. അങ്ങനെ അവരുടെ ജീവിതം. അവർക്കൊരു മകനുണ്ട്, ആർണവ്. അവൻ 4ാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. രണ്ടും. അപ്പോൾ ഈ 3 പേരക്കുട്ടികളാണ് ഞങ്ങളെ ലൈഫ്. ഹസ്ബൻഡ് പഠിച്ചു. അപ്പം ചേച്ചി, ഞാൻ ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ചേച്ചി, നമ്മുടെ യുവതലമുറയ്ക്ക് എഴുത്തിലേക്ക് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പം അവർക്ക് ചേച്ചി എന്തൊരു ഉപദേശമായിരിക്കും കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഈ പ്രേക്ഷകർക്ക് പറ്റിയിട്ട്? അതെന്താ വെച്ചാൽ സാഹിത്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. സർഗാത്മകതയുടെ അഗ്നി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ഒരു വരി പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അഗാധമായ വായനയും അഗാധമായ അറിവും, ഇതൊരു ഭാവനയുടെ സൃഷ്ടി മാത്രമല്ല, ധൈഷണികമായ ഒരു പ്രയത്നം കൂടിയാണ് എഴുത്ത്. അപ്പോൾ അത് മനസ്സിലാക്കണം. ഒരാളൊരു കഥ എഴുതിയെന്ന് കണ്ടാൽ ഞാനും അതുപോലെ ആവണം എന്ന് പറഞ്ഞ് നമ്മൾ പുസ്തകം എഴുതാൻ നടക്കരുത്. അത് വേസ്റ്റാണ് ശരിക്കും. അതെന്താ വെച്ചാൽ ഒരു കുമിള ഉണ്ടാക്കിയിട്ട് അതങ്ങ് കുമിള പോലെ ഉടഞ്ഞു പോകും. ഞാൻ എം ടീനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ MT പറ്റി, MT ഏകാഗീതയുടെ വിസ്മയം എന്നുണ്ട്. അതേപോലെ ഞങ്ങൾ ഇരുന്ന് MT പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യും, അല്ലെങ്കിൽ മനസ്സിൽ ഞാൻ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ
അപ്പോൾ എം ടിൻ്റെ മുന്നിൽ ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ കൊണ്ടുവരും, പുതിയ 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 പുസ്തകങ്ങൾ ആൾക്കാർ ഇറങ്ങിയതൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ എം ടി ഒന്നിങ്ങനെ മറച്ചു നോക്കിയിട്ട് 2 വരി വായിച്ചിട്ട് ഇങ്ങനെ ഇട്ടു, ഇത് നിലനിൽക്കൂല എന്ന് പറയും. ഇതൊന്നും നിലനിൽക്കാനുള്ളതല്ല പറയും. കാരണം ആദ്യം തന്നെ ഒരു വരി വായിച്ചാൽ നമുക്കറിയാലോ, ഒരു ചോറ് വെന്തോ നോക്കാൻ ഒരു വറ്റ് നോക്കിയാൽ പോരെ, അതേപോലെ ഫസ്റ്റ് ആദ്യത്തെ വരി കണ്ട. അപ്പം അങ്ങനെ നമ്മൾ സർഗാത്മകത ഉള്ളവർ മാത്രം എഴുതിയാലേ സമൂഹത്തിന് അതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. കാരണം കല എന്ന് പറഞ്ഞാൽ അത് മാറ്റത്തിന് വേണ്ടിയുള്ളതാണ് അല്ലേ. അത് മനുഷ്യനെ ഏകോപിപ്പിക്കുകയും മാറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് സാഹിത്യം. അപ്പം ആ ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പണം കൊടുത്തൊരു പുസ്തകം ഇറക്കി ഞാനൊരു എഴുത്തുകാരിയാണ്, ഓത്തറാണ് എന്ന് പറഞ്ഞ് പ്രൊഫൈലിൽ ഇടുന്നതല്ല കാര്യം. നമുക്ക് ആർജവത്തോടു കൂടി സാഹിത്യ പദസമ്പത്തുള്ള ഭാഷ, സങ്കേതം, കാൽപ്പനികത, അതേപോലെ ഭാവന, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഈ സത്യം മനസ്സിലാക്കിയ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. എഴുതാൻ തുടങ്ങിയിട്ട് അയ്യോ എനിക്ക് പറ്റുന്നില്ല എന്ന് നിർത്തിയവരുണ്ട്. നല്ലോണം പുസ്തകങ്ങൾ വായിച്ചാൽ പോരെ, നമ്മളെല്ലാവരും ലോകത്തുള്ളവർ മുഴുവൻ എഴുത്തുകാരനാവേണ്ട ആവശ്യമില്ല. പക്ഷേ എഴുതുന്ന കുട്ടികളെ ഞാൻ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ഓരോ കൃതി കണ്ടാലും ഞാൻ പറയും, ഇപ്പോൾ പുഷ്പമ്മ ചാണ്ടി പുസ്തകം എഴുതുന്നത്, അപ്പോൾ അവരെ വിചാരം ഞാനൊന്നും എഴുതുന്ന ഒന്നും ശരിയല്ല, ഞാൻ ചെറിയ എഴുത്തുകാരി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ബുക്ക് ഞാൻ റിലീസ് ചെയ്തപ്പോഴാണ് ആ അതിഭയങ്കരമായിട്ടുള്ള പിന്നെ സർഗാത്മകത ഉള്ളിൽ ഊറി വരുന്ന ഒരു പ്രതിഭയാണ് അവരെന്ന് മനസ്സിലായത്. പക്ഷെ അങ്ങനെ ലോകം അറിയപ്പെടാത്ത ഒരുപാട് എഴുത്തുകാരികളുണ്ട്. ഈ എഴുത്തുകാരികൾ അവരുടെ സർഗാത്മകത, അവരുടെ സ്വത്വാവിഷ്കാരമാണ് അവർ നടത്തുന്നത്. അവരുടെ സ്വത്വത്തിൻ്റെ ആവിഷ്കാരം അവർ നടത്തുമ്പോൾ ഈ ലോകം തന്നെ ഭൂകമ്പം ഉണ്ടാകും ലോകത്തിൽ. അത്രയും പിന്നെ അതുപോലുള്ള എഴുത്തുകാരികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരൊക്കെ തന്നെ പുറത്തേക്ക് വരണം, എഴുത്തിൻ്റെ ഈ കാണാ ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ എഴുതാൻ കഴിവില്ല എന്ന് അവനവന് തോന്നുന്നവർ, അല്ലെങ്കിൽ എനിക്ക് ഒരു എഴുത്തുകാരി ആവണം, അല്ലെങ്കിൽ ഞാൻ ഒരു സെലിബ്രിറ്റി ആവണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആരും എഴുതരുത്. അപ്പോൾ എല്ലാവർക്കും നന്മ നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. വളരെ കുറഞ്ഞ ചെറിയൊരു സെഗ്മെൻറ്റിൽ ചേച്ചി വരാനും ഇങ്ങനെയൊരു നല്ല ഒരു അറിവ് നമുക്ക് പകർന്നു തരാനും ഇടയായതിന് ഒത്തിരി നന്ദിയുണ്ട് ചേച്ചിയോട്. പിന്നെ അക്ഷരസ്ത്രീ ദ ലിറ്റററി വുമൺ ഓർഗനൈസേഷൻ വഴിയാണ് ഞാൻ ചേച്ചിയെ പുഷ്പമ്മ ചേച്ചി വഴിയാണ് പരിചയപ്പെട്ടത്. അപ്പം എനിക്ക് അതെല്ലാം കൂടി എല്ലാ അക്ഷരസ്ത്രീയോടും ഞാൻ നന്ദി പറയുന്നു, പുഷ്പമ്മ ചേച്ചിയോടും ഞാൻ നന്ദി പറയുകയാണ് ചേച്ചിയെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. അതിനോടൊപ്പം തന്നെ ചേച്ചിയുടെ ഈ സാഹിത്യയാത്രകൾ ഇനിയും തുടർന്ന് പോട്ടെ, ഇനിയും ഒരുപാട് എഴുതാൻ ചേച്ചിക്ക് വരട്ടെ എന്ന് ഞാൻ